മഴക്കെടുതിയെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിയ മലയാളി സംഘം ഷിംലയിലേക്ക് തിരിച്ചു. 18 മലയാളികളടക്കം 25-അംഗ സംഘമാണ് കൽപ്പയിൽ കുടുങ്ങിയത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഷിംലയിൽ നിന്നുള്ള ഇവരുടെ യാത്ര, കേരളത്തിലേക്കുള്ള യാത്ര അല്ലെ ഡൽഹിയിലേക്കുള്ള യാത്ര, അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഇവരെല്ലാവരും സുരക്ഷിതരായി അവരെയൊക്കെ ഉടനെ ഡൽഹിയിൽ എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? വിജയകുമാർ, കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഇവർ ഹിമാചലിലെ കിനോറിലുള്ള കൽപ്പയിലായിരുന്നു താമസിച്ചിരുന്നത്. അവരിവിടെ സുരക്ഷിതമായിരുന്നു. അതിനുശേഷം കേരളത്തിൽ നിന്നുള്ളടക്കമുള്ള ഇടപെടലിനെ തുടർന്നാണ് ഇന്ന് പോലീസ് എത്തി അവർക്ക് ഈ ടാക്സി സൗകര്യം ഒരുക്കി കൊടുത്തത്. കിനോറിൽ നിന്ന് ഈ നിഗുൽസാരി എന്ന പറയുന്ന സ്ഥലത്തേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇനി 20 കിലോമീറ്റർ വരെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് വരെ അവരോട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ പോകുന്ന വഴിയിൽ വീണ്ടും മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്. അതിനെ തുടർന്ന് അവരിപ്പോൾ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്. എന്തായാലും പോലീസ് എത്തി ആ റോഡ് മാർഗം സഞ്ചാരി യോഗ്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവരെ വീണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഏതാണ്ട് 180 കിലോമീറ്റർ ആണ് ഷിംലയിലേക്കുള്ളത്. ഷിംലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വിമാനമാർഗം അവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 18 മലയാളികളടക്കം 25-അംഗ സംഘമാണ് ഇതിലുള്ളത്. എന്തായാലും ഇന്നത്തെ യാത്ര അതെങ്ങനെ എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും അവരുടെ കേരളത്തിലേക്കുള്ള മടങ്ങി വരവ് ഉണ്ടാവുക. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.